ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ജി എസ് ടിയില് നമുക്ക് ട്രാൻസാക്ഷൻസിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം. FCM എന്നും പറയാം, RCM എന്നും പറയാം. FCM എന്നും പറയാം, RCM എന്നും പറയാം. എന്താണ് FCM? FCM എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ചാർജ് മെക്കാനിസം. ഫോർവേഡ് ചാർജ് മെക്കാനിസം. RCM റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഇങ്ങനെ രണ്ട് മെക്കാനിസത്തിലൂടെയാണ് ജി എസ് ടിയിലെ ഇടപാടുകൾക്ക് ടാക്സ് ചുമത്തുന്ന രീതി വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് FCM, അതായത് ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്താണ്, എന്താണ് RCM, അതായത് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. FCM പറയുകയാണെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ABC അതൊരു കമ്പനിയാണ്. ക്ലിയർ? ABC ഒരു കമ്പനിയാണ്. PQR അത് മറ്റൊരു കമ്പനിയാണ്. ഓക്കെ, രണ്ട് കമ്പനീസും GST രജിസ്റ്റേർഡുമാണ്. സങ്കല്പിക്കുക. ABC കമ്പനി PQR കമ്പനിക്ക് സെയിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ABC കമ്പനി സെല്ലറാണ്, PQR കമ്പനി ബയ്യറാണ്. ഓക്കെ, സെയിൽ ചെയ്യുന്ന സെയില് പ്രൈസ് 10,000 രൂപയ്ക്കാണ്. ഈ സെയിൽ ചെയ്യുന്ന സാധനത്തിന്റെ റേറ്റ് ഓഫ് GST 5 ആണ്. അപ്പോൾ GST ഇൻക്ലൂഡിംഗ് ആയിട്ട് 10,500 രൂപയാണ്. 10,000ന്റെ 5% 500 രൂപ, 10,500 രൂപ ഇൻക്ലൂഡിംഗ് GST ABC കമ്പനി PQR കമ്പനിയുടെ കയ്യിൽ നിന്ന് സെയിൽ നടത്തുമ്പോൾ കളക്ട് ചെയ്യണം. അങ്ങനെ കളക്ട് ചെയ്ത 10,500-ൽ 500 രൂപ GST ആണ്. ആ 500 രൂപയെ ABC കമ്പനി വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് GST. എന്നാൽ PQR കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ABC എന്ന സെല്ലറിന് കൊടുത്ത 500 രൂപ GST PQR എന്ന ബയ്യർ വിളിക്കുന്ന പേര് ഇൻപുട്ട് GST എന്നാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ABC കമ്പനി GST രജിസ്റ്റേർഡ് ആയ സെല്ലറാണ്. കസ്റ്റമറായ PQR കമ്പനിക്ക് സെയിൽ നടത്തിയപ്പോ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത GST ആണ് 500 രൂപ. എന്നാൽ PQR കമ്പനിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ABC എന്ന സെല്ലറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് നടത്തിയപ്പോ സപ്ലയറിന് കൊടുത്ത GST ആണ് 500 രൂപ. ഇപ്പൊ ബയ്യറായ PQR കമ്പനിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഈ കൊടുത്ത 500 രൂപ GSTയെ വിളിക്കാം ഇൻപുട്ട് GST. ഓക്കെ, അപ്പോ എന്താണ് ഔട്ട്പുട്ട് GST? സെല്ലർ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GSTയെ സെല്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് GST. എന്താണ് ഇൻപുട്ട് GST? പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന GSTയെ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻപുട്ട് GST. അപ്പോ ABC എന്ന കമ്പനിയുടെ ഔട്ട്പുട്ട് GST 500 ആണ്. PQR എന്ന കമ്പനിയുടെ ഇൻപുട്ട് GST 500 ആണ്.
ഓക്കെ. ക്ലിയർ. ഇവിടെ അടുത്ത് മനസ്സിലാക്കേണ്ടത്, ഈ 500 രൂപ ഔട്ട്പുട്ട് GST ഇവരെന്ത് ചെയ്യണം? ഗവൺമെന്റിക്ക് പേയ്മെന്റ് ചെയ്യണം. ABC എന്ന കമ്പനി PQRന്റെ കയ്യിൽ നിന്ന് മേടിച്ച ആ ഔട്ട്പുട്ട് 500 രൂപ ഗവൺമെന്റിലേക്ക്, അല്ലെ, ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യണം. അങ്ങനെ ഗവൺമെന്റിക്ക് പേയ്മെന്റ് ആക്കി കഴിയുമ്പോ ഈ PQR കമ്പനിക്ക് ആ 500 രൂപ ഇൻപുട്ട് റിട്ടേൺ കിട്ടും, റിട്ടേൺ ആയിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ പർച്ചേസ് ആക്കിയപ്പോൾ PQR കമ്പനി ABC കമ്പനിക്ക് കൊടുത്ത 500 രൂപ ഇൻപുട്ട് നഷ്ടപ്പെട്ടു പോകൂല. ഇങ്ങനെ പറയാം, 500 രൂപ ഇൻപുട്ട് ക്ലെയിം കിട്ടും. ഫ്രം എവിടെ നിന്ന് കിട്ടും? ഫ്രം ഗവൺമെന്റ്. PQR പർച്ചേസ് ആക്കിയപ്പോൾ സെല്ലറായ ABCക്ക് കൊടുത്തു 500. ആ ABC ഔട്ട്പുട്ട് എന്ന പേരിൽ അത് ഗവൺമെന്റ് അടച്ചു. ഗവൺമെന്റ് എന്ത് ചെയ്യും? ആ 500 രൂപ PQRന് തിരിച്ചു കൊടുക്കും. ക്ലിയർ? യെസ്. ഇതാണ് പ്രത്യേകത. ഇവിടെ ഈ PQRന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഗവൺമെന്റിന് എന്താണ് നേട്ടം, എന്താണ് ബെനിഫിറ്റ്? PQR കമ്പനിക്ക് സെയിൽ നടത്തി PQRന്റെ കയ്യിൽ നിന്ന് 500 രൂപ മേടിച്ചു. ആര്? ABC. ആ ABC ആ 500 രൂപ GST അതുപോലെ ഗവൺമെന്റിന് കൊടുത്തു. ആ ഗവൺമെന്റ് ആ കിട്ടിയ 500 അത് ആരുടെ പൈസയാ? PQRന്റെ പൈസയല്ലേ? PQRന് തിരിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഗവൺമെന്റിന് നഷ്ടമല്ലേ വരുന്നേ? പൈസ കിട്ടിയത് അതുപോലെ കൊടുത്തല്ലോ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ കസ്റ്റമർ GST രജിസ്റ്റേർഡ് ആയ കസ്റ്റമർ ആണ്. GST രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് പർച്ചേസ് ആക്കുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന ടാക്സ് ഇൻപുട്ട് നഷ്ടപ്പെട്ടു പോകൂല, തിരിച്ചു കിട്ടും. ഇൻ കേസ് ഇത് ഒരു GST ഇല്ലാത്ത കസ്റ്റമർ ആയിരുന്നെങ്കിൽ തിരിച്ചു കിട്ടില്ലായിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോ GST രജിസ്റ്റേർഡ് ആയ കച്ചവടക്കാർക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന GST നഷ്ടപ്പെട്ടു പോവില്ല, തിരിച്ചു കിട്ടും ഫ്രം ഗവൺമെന്റ്. ക്ലിയർ അല്ലേ? അങ്ങനെ തിരിച്ചു കിട്ടണമെങ്കിൽ ഗവൺമെന്റിക്ക് ആര് കൊടുക്കണം ടാക്സ്? സപ്ലയർ കൊടുക്കണം ടാക്സ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഈ PQR എന്ന കമ്പനി ഈ പർച്ചേസ് ആക്കിയ ഗുഡ്സ് മറ്റൊരു കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ അരവിന്ദ് എന്ന കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. അരവിന്ദ് സാധാ വ്യക്തിയാണ്. അപ്പൊ അരവിന്ദിന് സെയിൽ ചെയ്യുമ്പോൾ അരവിന്ദിന്റെ കയ്യിൽ നിന്ന് ഒരു 600 രൂപ GST ആണ് PQR കളക്ട് ചെയ്തത്. അപ്പൊ ഇവിടെ PQR സെല്ലറും അരവിന്ദ് ബയ്യറുമാണ്. അരവിന്ദിന്റെ കയ്യിൽ നിന്ന് മേടിച്ച 600 രൂപ GST PQR എന്ത് ചെയ്യും? ഗവൺമെന്റ് അടയ്ക്കും. ആ അടച്ച എമൗണ്ട് ഗവൺമെന്റ് അരവിന്ദിന് തിരിച്ചു കൊടുക്കോ? ഇല്ല. കാര്യം എന്താ? അരവിന്ദ് GST ഇല്ലാത്ത വ്യക്തിയാണ്. അരവിന്ദ് GST രജിസ്റ്റേർഡ് ആയ ആളാണെങ്കിൽ 600 രൂപ ഗവൺമെന്റ് തിരിച്ചു കൊടുക്കും. ആ ലോജിക്ക്. അപ്പോ ഈ 600 രൂപ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് അല്ലെ? തിരിച്ചു കൊടുത്തോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സപ്ലയർ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു, ആ കസ്റ്റമർ മറ്റു കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ പോകും. അവസാനം ഒരു എൻഡ് കസ്റ്റമർ എത്തും അല്ലെ? അതായത് അവസാനം GST രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു കസ്റ്റമർ സാധനം മേടിക്കും. അപ്പൊ അയാള് മേടിക്കുമ്പോ സെല്ലറിന് കൊടുത്ത ടാക്സ് അയാൾ തിരിച്ചു കിട്ടത്തില്ല. ആ ടാക്സ് ആണ് ഗവൺമെന്റിന്റെ വരുമാനം. അല്ലാതെ കച്ചവടക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന ടാക്സ് അവർക്ക് തിരിച്ച് ക്ലെയിം കിട്ടും, നഷ്ടപ്പെട്ടു പോകത്തില്ല. ഓക്കെ, ഇതാണ് പ്രത്യേകത. ഓക്കെ, യെസ്, ജസ്റ്റ് ബേസ് ആണ്. അപ്പൊ ഇതാണ് ഫോർവേഡ് ചാർജ് മെക്കാനിസം. നോർമലി ഉണ്ടാവുന്ന കാര്യങ്ങൾ. സെല്ലർ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു, കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കുന്നു, ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നു. ആ ഔട്ട്പുട്ട് ഗവൺമെന്റ് അടയ്ക്കുന്നു, കസ്റ്റമർക്ക് ക്ലെയിം കിട്ടുന്നു. അത്രേ ഉള്ളൂ. ക്ലിയർ? യെസ്. അപ്പോൾ FCM എന്താന്ന് ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം എല്ലാവർക്കും ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യാമോ? ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യാമോ?
ജസ്റ്റ് ടൈപ്പ് ചെയ്തേ. ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ ഇനി ആർ സി എം പറയാം. ആർ സി എമ്മിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർ സി എമ്മിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോ ഈ എക്സാമ്പിൾ തന്നെ പറയാം. ഓക്കെ, ഇവിടെ ചെറിയ മാറ്റം വരുത്താം. ആരാണ് സെല്ലർ? എ ബി സി. ആരാ ബയ്യർ? പി ക്യു ആർ. ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ പ്രത്യേകത ചില ചില ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്, ചില ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ആ ഗുഡ്സിനോ സർവീസിനോ ആശ്രയിക്കും ഇത് എഫ് സി എം ആണോ ആർ സി എം ആണോ എന്നുള്ള കാര്യം. ക്ലിയർ അല്ലേ? യെസ്. ഓൾമോസ്റ്റ് ഒരു 23 ഗുഡ്സ് ഉണ്ട്, ലൈക്ക് 23 സർവീസ് ഉണ്ട്, 5-6 ഗുഡ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സർവീസുകൾക്കും ലിമിറ്റഡ് ആയിട്ടുള്ള ഗുഡ്സുകൾക്കും ആണ് ഈ ആർ സി എം എന്ന് പറയുന്ന മെക്കാനിസം അപ്ലൈ ചെയ്യുന്നത്. വേറൊന്നുമല്ല, 10,000 ആണ് സെയിൽ എമൗണ്ട്, 5% ജി എസ് ടി വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. എന്നാൽ പക്ഷേ ഈ പി ക്യു ആറിന്റെ കയ്യിൽ നിന്ന് എ ബി സി എന്ന സെല്ലർ 10,000 കൂടെ 5% ജി എസ് ടി ചാർജ് ചെയ്ത് 10,500 ആക്കി അല്ല റിസീവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എ ബി സി ചെയ്യേണ്ടത്, എ ബി സി കളക്റ്റഡ് ഓൺലി 10,000, അതായത് സെയില് വാല്യൂ മാത്രം, ജി എസ് ടി വാല്യൂ മേടിക്കാൻ പാടില്ല. ഫ്രം ആരുടെ കയ്യിൽ നിന്ന്? പി ക്യു ആർ. പി ക്യു ആർ എന്ന കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ജി എസ് ടി എമൗണ്ട് എ ബി സി എന്ന സെല്ലർ മേടിക്കാൻ പാടില്ല. എഫ് സി എം എന്തായിരുന്നു? 10,000 കൂടെ 5% ജി എസ് ടിയും കൂടെ ചേർത്ത് 10,500 അല്ലേ മേടിച്ചത് കസ്റ്റമർ എന്ന പി ക്യു ആറിന്റെ കയ്യിൽ നിന്ന്. അത് ഓക്കെ ആണല്ലോ? ആർ സി എം വരുമ്പോൾ സെല്ലർ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് 10,000 മാത്രമേ മേടിക്കാവൂ. ആ പോയിന്റ് ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ജി എസ് ടി എമൗണ്ട് ഗവൺമെന്റിക്ക് അടയ്ക്കണ്ടേ? അടയ്ക്കണം. നേരെ എഫ് സി എം ആണെങ്കിൽ ആരടച്ചു? എ ബി സി ആണ് അടയ്ക്കുന്നത് അല്ലെ, 500 രൂപ. ദെൻ ഇവർ ക്ലെയിം എടുക്കും. എന്നാൽ ഇവിടെ എ ബി സി എന്ന സെല്ലർക്ക് റോൾ ഇല്ല. റോൾ ആർക്കാണ്? കസ്റ്റമർക്ക് റോൾ വരുന്നത്. പി ക്യു ആർ എന്ന കസ്റ്റമർ എന്ത് ചെയ്യും? 500 രൂപ ജി എസ് ടി 500 രൂപ ജി എസ് ടി ഡയറക്റ്റ് ആയിട്ട് ഡയറക്ട്ലി പേ ടു ഗവൺമെന്റ്. അതായത് സെല്ലറിന് 500 രൂപ ജി എസ് ടി കൊടുക്കാതെ കസ്റ്റമർ തന്നെ നേരിട്ട് ഗവൺമെന്റ് അടയ്ക്കുന്നു. അതാണ് വ്യത്യാസം, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ. അപ്പോ ആർ സി എം എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. എഫ് സി എം കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർ അല്ലേ? എഫ് സി എം ആണെങ്കിൽ 10,000 രൂപയുടെ കൂടെ തന്നെ 500 രൂപ ജി എസ് ടിയും കൂടെ സെല്ലറിന് കൊടുക്കും. സെല്ലർ ആ 500 രൂപ ജി എസ് ടി ഗവൺമെന്റ് അടയ്ക്കും. അടച്ചു കഴിയുമ്പോൾ പി ക്യു ആർ കസ്റ്റമർ ആ എമൗണ്ട് ക്ലെയിം എടുക്കും. എന്നാ പക്ഷേ ആർ സി എം വരുമ്പോൾ പി ക്യു ആർ എന്ന കസ്റ്റമർ ജി എസ് ടി 500 സെല്ലറായ എ ബി സി കൊടുക്കത്തില്ല. പകരം പി ക്യു ആർ എന്ന കമ്പനി തന്നെ നേരിട്ട് എന്ത് ചെയ്യും? ആ 500 രൂപ ജി എസ് ടി ഗവൺമെന്റ് അടയ്ക്കും. അപ്പോ എഫ് സി എം ആണെങ്കിൽ സെല്ലർ ആയിരിക്കും ഗവൺമെന്റ് 500 അടയ്ക്കുന്നേ, ഇവൻ ക്ലെയിം എടുക്കും. ശരിയല്ലേ? എന്നാൽ ഇവിടെ ഗവൺമെന്റ് അടയ്ക്കുന്ന ആരാണ്? പി ക്യു ആർ ആണ്. എഫ് സി എം ആണെങ്കിൽ സെല്ലർ അടയ്ക്കും, ആർ സി എം ആണെങ്കിൽ കസ്റ്റമർ അടയ്ക്കും. ആരടച്ചാലും പി ക്യു ആർ എന്ന കസ്റ്റമർക്ക് ഇൻപുട്ടാക്കി ആ 500 ക്ലെയിം ചെയ്യാൻ പറ്റും. ആ പോയിന്റ് ഇമ്പോർട്ടന്റ്.
FCM ആണെങ്കിൽ സെല്ലറിന് കസ്റ്റമർ കൊടുക്കും, സെല്ലർ അടയ്ക്കും, കസ്റ്റമർ ക്ലെയിം എടുക്കും. RCM ആണെങ്കിൽ കസ്റ്റമർ തന്നെ കൊണ്ടടയ്ക്കും, കസ്റ്റമർ തന്നെ ക്ലെയിം എടുക്കും. അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ അടയ്ക്കുന്ന വ്യക്തി മാത്രമാണ് മാറുന്നത്. ക്ലെയിം ആർക്ക് കിട്ടും? കസ്റ്റമറിന് ക്ലെയിം കിട്ടും. അടയ്ക്കുന്ന വ്യക്തി മാറുന്നു, അടയ്ക്കുന്ന വ്യക്തി മാത്രമേ മാറ്റമുള്ളൂ. ആരടച്ചാലും, സപ്ലയർ സെല്ലർ അടച്ചാലും, FCM പ്രകാരം സെല്ലർ അടച്ചാലും, RCM പ്രകാരം ബയ്യർ അടച്ചാലും, ആരടച്ചാലും കസ്റ്റമർക്ക് ഇൻപുട്ട് ക്ലെയിം കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് RCM. ഈ പോയിന്റുകൾക്ക് ഓക്കെ അല്ലേ? ജസ്റ്റ് ഓക്കെ എന്ന് പറയൂ ചാറ്റ് ബോക്സിൽ. ഓക്കെ, ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണ്. ശരി, എല്ലാവർക്കും FCM ഓക്കെ ആണ്, RCM ഓക്കെ ആണ്. ശരി, സോ അടുത്ത എക്സാമ്പിൾ നോക്കാം. FCM സെയില് 20 ലക്ഷം. FCM RCM സെയില് 12 ലക്ഷം. FCM പർച്ചേസ് 8 ലക്ഷം. RCM പർച്ചേസ് 2 ലക്ഷം. കണ്ടല്ല, 6 ലക്ഷം. ഓക്കെ, ഇത് സങ്കല്പിക്കാം, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എന്താണിത്? FCM നോർമൽ സെയിൽ നടത്തി എന്ന് പറയുമ്പോൾ 20 ലക്ഷത്തിന്റെ മേലെ GST എമൗണ്ട്. നമ്മൾ എക്സാമ്പിൾ ക്ലിയർ ആയി പറയാം. ഇപ്പോ ABC എന്ന കമ്പനിയാണ്, ABC എന്ന കമ്പനിയാണ് കേട്ടോ. GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. ഓക്കെ, ഇനി ഇവരുടെ ഇതിന്റെയൊക്കെ റേറ്റ് ഓഫ് ജി എസ് ടി 18% വരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ FCM സെയിൽ എന്താണെന്ന് അറിയാലോ അല്ലെ? എന്താ? 20 ലക്ഷം രൂപയുടെ സെയില് ABC നടത്തി, കസ്റ്റമർക്ക് സെയിൽ ചെയ്തു. ക്ലിയർ ആണല്ലോ? ABCന്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം ചിന്തിക്കുക. ABC എന്ന സെല്ലർ നോർമൽ FCM അല്ലേ, നോർമൽ സെയിൽ നടത്തി. അപ്പൊ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്തു. ആ GST എമൗണ്ട് എത്രയാ? എത്രയാണ് ആ GST എമൗണ്ട്? അത് ഔട്ട്പുട്ട് GST അല്ലേ? അത് ഔട്ട്പുട്ട് GST ആണ്. അപ്പൊ നോക്കാം എത്ര ഔട്ട്പുട്ട് GST വരും. 20 ലക്ഷത്തിന്റെ 18% അല്ലേ വരുന്നേ? യെസ്, ഇസിക്കൽ ടു 20 ലക്ഷം ഇൻറ്റു 18%. ഓക്കെ അല്ലേ? യെസ്, സംശയമില്ല ആർക്കും. അപ്പോ 3,60,000 രൂപ വരും അല്ലേ? ഓക്കെ അല്ലേ? 3,60,000 രൂപയാണ് വരുന്നത് 20 ലക്ഷത്തിന്റെ 18% എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത് ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റി അല്ലേ? അതെ. അപ്പൊ ഇത് ABC എന്ന കമ്പനി ഗവൺമെന്റിക്ക് അടയ്ക്കേണ്ട പൈസ അല്ലേ? അടയ്ക്കേണ്ട പൈസയാണ്. ഇനി RCM സെയിൽ എന്താ? RCM റിവേഴ്സ് ചാർജ് ബാധകമായ ഏതോ ഗുഡ്സോ സർവീസോ സെയിൽ നടത്തി. അങ്ങനെ RCM സെയിൽ എന്ന് പറയുമ്പോ സെല്ലറിന് ടാക്സ് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചിന്തിക്കുക, സംശയമുള്ളവർ ചിന്തിക്കുക. RCM ബാധകമായ സെയിൽ നടത്തുമ്പോ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST സെല്ലർ കളക്ട് ചെയ്യുമോ? ചെയ്യത്തില്ല. ശരിയല്ലേ? FCM സെയിൽ ആണെങ്കിലല്ലേ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യത്തുള്ളൂ? അതെ. RCM സെയിൽ ആണെങ്കിൽ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുമോ? ഇല്ല. അപ്പൊ 12 ലക്ഷത്തിന്റെ ടാക്സ് എമൗണ്ട് ഗവൺമെന്റ് ആരാ അടയ്ക്കുന്നേ? കസ്റ്റമർ അടച്ചോളും.
നമ്മൾ ആർക്കാണോ സെയിൽ നടത്തിയത് ആ കസ്റ്റമർ അടച്ചോളും. ശരിയല്ലേ? കസ്റ്റമർ അടച്ചിട്ട് കസ്റ്റമർ ക്ലെയിം എടുത്തോളും. ആ ലോജിക്ക് ക്ലിയർ അല്ലേ? ഞാൻ ഇപ്പൊ കസ്റ്റമർ ആരെന്ന് പറയുന്നുണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ നമ്മൾ കസ്റ്റമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കേണ്ട, ഇപ്പൊ ഒന്നും ചിന്തിക്കേണ്ട. ഓക്കെ അല്ലേ? ഇവിടെ എഫ് സി എം സെയിൽ നോക്കി, എ ബി സി അല്ലേ സെല്ലർ? എ ബി സി ആണ് 360,000 രൂപ ഔട്ട്പുട്ട് ടാക്സ് ഗവൺമെന്റിക്ക് അടയ്ക്കുന്നേ. അടച്ചു കഴിയുമ്പോ ആരാണോ കസ്റ്റമർ ആ കസ്റ്റമർ ക്ലെയിം എടുത്തോളും. ഇനി ആർ സി എം സെയിൽ ആണെങ്കിലോ നമുക്ക് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കസ്റ്റമർ അല്ലേ ടാക്സ് നേരിട്ട് അടയ്ക്കുന്നേ. അടച്ചിട്ട് കസ്റ്റമർ തന്നെ ക്ലെയിം എടുക്കുമല്ലോ. നമുക്ക് ഇവിടെ ടാക്സ് ലയബിലിറ്റി ഉണ്ടോ? ഇല്ല, 0. ഓക്കെ അല്ലേ ആ പോയിന്റ്? ഓക്കെ ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ കണ്ടോ, ഇത് ആർ സി എം വരുമ്പോ ഇവിടെ ആരാണ് ഇവിടെ സെല്ലർ? നമ്മളല്ലേ സെല്ലർ, എ ബി സി അല്ലേ സെല്ലർ. എ ബി സി 10,000 അല്ലേ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുള്ളൂ. ജി എസ് ടി മേടിക്കുന്നുണ്ടോ? ഇല്ല. അതേപോലെ ഇവിടെ വരുന്നേ അല്ലെ, എ ബി സി ആർ സി എം ബാധകമായി സെയിൽ ചെയ്യുമ്പോൾ 12,00,000ന്റെ 18% ജി എസ് ടി കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നില്ല. അപ്പോ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ആർക്കില്ല? സെല്ലറായ എ ബി സിക്ക് ഇല്ല. കസ്റ്റമർ അടച്ചോളും. കസ്റ്റമർ അടച്ചിട്ട് കസ്റ്റമർ തന്നെ ക്ലെയിം എടുത്തോളും. ആ ലോജിക്ക് ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത് എഫ് സി എം പർച്ചേസ്. എഫ് സി എം പർച്ചേസ് എന്താ? നോർമൽ പർച്ചേസ് അല്ലേ? നമ്മൾ ജി എസ് ടി ഉള്ള സപ്ലയറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു, സപ്ലയറിന് ജി എസ് ടി കൊടുത്തു. അപ്പൊ നമുക്ക് ക്ലെയിം എടുക്കാനുള്ള ഇൻപുട്ടായി മനസ്സിലാക്കുക. നമ്മൾ ഇനി പർച്ചേസറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുക. നമ്മൾ പർച്ചേസ് ആക്കിയത് എഫ് സി എം ആണെങ്കിൽ എന്താ അർത്ഥം? സെല്ലർക്ക് ജി എസ് ടി കൊടുത്തു അല്ലെ? സെല്ലറിന് ജി എസ് ടി കൊടുത്തു. അപ്പൊ എത്ര ജി എസ് ടി കൊടുത്തു? കൊടുത്ത ജി എസ് ടി എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാമല്ലോ. കൊടുത്ത ജി എസ് ടി എമൗണ്ട് ക്ലെയിം ചെയ്യാമല്ലോ. ക്ലെയിം ചെയ്യാം. അപ്പൊ 8,00,000ന്റെ 18% കാണുക. 8,00,000 8,20,30 ഇൻറ്റു 18%. ക്ലിയർ അല്ലേ? അപ്പോ 1,44,000 രൂപയാണ് ജി എസ് ടി സപ്ലറിന് കൊടുത്തത്. ഇത് ഇൻപുട്ട് അല്ലേ? ഇത് ക്ലെയിം ചെയ്യാലോ. ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇനി ആർ സി എം പർച്ചേസ് ആണെങ്കിലോ? ആർ സി എം പർച്ചേസ് ആർ സി എം പർച്ചേസ് എന്ന് പറയുമ്പോ എന്താ പ്രത്യേകത? ആർ സി എം പർച്ചേസ് എന്ന് പറയുമ്പോ നമുക്കറിയാം അല്ലെ, നമ്മൾ ആർ സി എം ആണെങ്കിൽ നമ്മൾ സെല്ലറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോ സെല്ലറിന് ജി എസ് ടി കൊടുക്കുമോ? കൊടുക്കില്ല അല്ലേ? കൊടുക്കില്ല. ഇപ്പൊ നമുക്കല്ലേ ടാക്സ് ലയബിലിറ്റി വരുന്നേ? നമ്മളല്ലേ പർച്ചേസ് ചെയ്തേ? ആർ സി എം അല്ലേ? നമ്മള് ആ ടാക്സ് എമൗണ്ട് കമ്പ്യൂട്ട് ആക്കി അടച്ചിട്ട് നമ്മൾ ക്ലെയിം എടുക്കും അല്ലേ? യെസ്. അപ്പൊ എത്രയാണ് നമ്മൾ ആദ്യം അടയ്ക്കേണ്ടത്? ഇത് പോയിന്റ് ക്ലിയർ അല്ലേ? ആർ സി എം പർച്ചേസ്, അതായത് ഇവിടുത്തെ പി ക്യു ആറിന്റെ പോയിന്റ് ഫീ ആണ് കേട്ടോ. പി ക്യു ആർ ആണ് നമ്മൾ സങ്കല്പിക്കുക. നമ്മൾ എന്താക്കി? ആർ സി എം ബാധകമായ ഒരു പർച്ചേസ് നടത്തി എ ബി സിന്റെ കയ്യിൽ നിന്ന്. അപ്പോ ടാക്സ് 500 രൂപ നമ്മളല്ലേ അടയ്ക്കേണ്ടത്? നമ്മൾ 500 അടയ്ക്കുന്നു, ഗവൺമെന്റിക്ക് അടച്ച ശേഷം ക്ലെയിം എടുക്കുന്നു. സെല്ലറിന് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ ഇവിടെ പറയുന്നേ, ഇവിടെ എ ബി സി ആർ സി എം ബാധകമായ പർച്ചേസ് നടത്തി. അപ്പൊ സെല്ലർക്ക് ജി എസ് ടി കൊടുക്കുന്നുണ്ടോ? ഇല്ല. 6,00,000ന്റെ ജി എസ് ടി എമൗണ്ട് എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യുക. അത് നമ്മൾ അടയ്ക്കണ്ടേ? നമ്മുടെ ലയബിലിറ്റി അല്ലേ? അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാമല്ലോ. യെസ്. ആ ലോജിക്ക് കേട്ടോ, നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ. അപ്പൊ എത്ര വരും? ഇസിക്കൽ ടു 6,00,000 ഇൻറ്റു 18%, 1,08,000 കിട്ടും അല്ലെ? ഇതാണ് ആൻസർ വരുന്നത്. അപ്പൊ ഈ എമൗണ്ട് നമ്മുടെ ആർ സി എം ലൈബിലിറ്റി ആണ്. ആർ സി എം ലൈബിലിറ്റി ആണ്. ക്ലിയർ അല്ലേ? നമ്മളിത് പേ ചെയ്യണം ബൈ ക്യാഷ്. ക്യാഷ് ആയിട്ട് ഗവൺമെന്റിക്ക് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ഈ എമൗണ്ട് എന്താ? നമുക്കിത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാനുള്ള എമൗണ്ട് ആണ്. അതായത് ഇത് ഓൾറെഡി നമ്മൾ ആർക്ക് കൊടുത്തു? നമ്മൾ പേ ടു സെല്ലർ അല്ലെ? സെല്ലർ എന്ത് ചെയ്തു? ആ ടാക്സ് ഗവൺമെന്റ് അടച്ചു. സോ നമുക്ക് ക്ലെയിം ചെയ്യാം അല്ലെ? ആ ലോജിക്ക്. ഇതാണെങ്കിലോ നമ്മുടെ ഔട്ട്പുട്ട് ആണ് അല്ലെ? ഔട്ട്പുട്ട് ജി എസ് ടി ആണ്. നമ്മൾ കളക്ട് ചെയ്തു ഫ്രം കസ്റ്റമർ. നമ്മൾ ആർക്കാണോ സെയിൽ ആക്കിയത് കസ്റ്റമറിന്റെ കയ്യിൽ കളക്ട് ചെയ്തു. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ജി എസ് ടി
എന്ന ലൈബിലിറ്റി നമുക്ക് എത്ര വരുന്നുണ്ട് ഇവിടെ? ഇതല്ലേ നമ്മുടെ ലൈബിലിറ്റി, 3,60,000 അല്ലേ വരുന്നേ? യെസ്, ക്ലിയർ അല്ലേ? നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാനായിട്ട്, ഇൻപുട്ട് നമുക്ക് ജി എസ് ടി ക്ലെയിം എടുക്കാനായിട്ട് എത്രയുണ്ട് നമുക്ക് ജി എസ് ടി ഇൻപുട്ട് ക്ലെയിം ചെയ്യാനായിട്ട്? ഈ 1,4 ഈ എമൗണ്ട് അല്ലേ വരുന്നേ? യെസ്, ഈ എമൗണ്ട് വരുന്നത് അല്ലേ? അതായത് 1,44,000 വരുന്നേ. പക്ഷെ നമുക്ക് അത് മാത്രമാണോ ക്ലെയിം ചെയ്യാൻ അവകാശം? ഇല്ല. നമുക്ക് ആർ സി എം ലൈബിലിറ്റി, ഈ എമൗണ്ട് ഇല്ലേ, ഇത് നമ്മൾ ക്യാഷ് ആയിട്ട് ഗവൺമെന്റിക്ക് അടച്ചു കഴിഞ്ഞാൽ ഇതും ഇൻപുട്ടായി മാറത്തില്ലേ? അപ്പൊ ആർ സി എം ഇൻപുട്ട് എത്രയുണ്ട്? ആർ സി എം ഇൻപുട്ട് 108,000 അല്ലെ? ഈ എമൗണ്ട് വരും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ടോട്ടൽ എത്ര നമുക്ക് ഇൻപുട്ട് വരുന്നേ? ഇസിക്കൽ ടു ഇതേ പ്ലസ് ഇത്. അപ്പോ ഈ എമൗണ്ട് ഇൻപുട്ട് വരുന്നേ. അപ്പൊ നമുക്ക് ഈ 3,60,000 രൂപയിൽ നിന്നും 2,52,000 മൈനസ് ചെയ്യാം. ഇസിക്കൽ ടു 3,60,000 മൈനസ് 2,52,000 മൈനസ് ചെയ്യുമ്പോ ഈ എമൗണ്ട് കിട്ടും. ക്ലിയർ അല്ലേ? ഈ എമൗണ്ട് നമുക്ക് അടയ്ക്കേണ്ട എമൗണ്ട് അല്ലേ? ഈ എമൗണ്ട് എന്താണ്? ഈ എമൗണ്ട് നമ്മുടെ അടയ്ക്കേണ്ട എമൗണ്ട് ആണ്. നമ്മുടെ പർച്ചേസിൽ സപ്ലയറിന് കൊടുത്ത ഇൻപുട്ട് ക്ലെയിം എടുത്തു. നമ്മുടെ ഔട്ട്പുട്ട് ലൈബിലിറ്റിയിൽ നിന്ന് ഇൻപുട്ട് മൈനസ് ആക്കിയപ്പോ ബാക്കി വന്ന എമൗണ്ട് ആണ് ഇത്. അപ്പൊ ഈ എമൗണ്ട് മാത്രമാണോ നമുക്ക് ക്യാഷ് അടയ്ക്കേണ്ടത് ആ മാസം? അല്ല. നമ്മൾ ഈ 108,000 രൂപ ഇൻപുട്ട് ക്ലെയിം എടുത്തില്ലേ? ഇത് ഇൻപുട്ട് ആ മന്ത് ക്ലെയിം എടുക്കണമെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് ക്യാഷ് അടയ്ക്കേണ്ടതല്ലേ? യെസ്. അപ്പോ 108,000 നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ആയിട്ട് അടയ്ക്കണം. ക്ലിയർ അല്ലേ? അപ്പോ ടോട്ടൽ ടോട്ടൽ നമുക്ക് എത്ര അടയ്ക്കേണ്ടി വന്നു? 2,16,000 നമുക്ക് എന്ത് വന്നു? അടയ്ക്കേണ്ടി വന്നു. ക്ലിയർ അല്ലേ? 2,16,000 അടയ്ക്കേണ്ടി വന്നു. നെറ്റ് എഫക്ട് ഇതാവും ഉത്തരം കേട്ടോ. ക്യാഷ് ആയിട്ട് നമുക്ക് പോയ ഔട്ട്ഫ്ലോ ഇതാണ് കേട്ടോ. രേഷ്മ ചോദിക്കുന്നു, ആർ സി എം സെറ്റ് ഓഫ് സെയിം മന്ത്ലി പറ്റുമോ? നെക്സ്റ്റ് മന്ത് ആണോ ക്ലെയിം എടുക്കേണ്ടത്? അവിടെ കൺഫ്യൂഷൻ പാടില്ല. അവിടെ കൺഫ്യൂഷൻ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കുക. കാരണം വെച്ചാല്, കാരണം ഈ എക്സാമ്പിൾ നോക്കിയേ. ഈ എക്സാമ്പിൾ പ്രകാരം എന്താ പറയുന്നത്? ഈ എക്സാമ്പിൾ പ്രകാരം ഇത് ആർ സി എം ആണെങ്കിൽ, ആർ സി എം ആണ് ഇത്. എക്സാമ്പിൾ ഡിസംബർ മന്ത് സങ്കല്പിക്കുക. ഇത് ആർ സി എം അല്ല, എഫ് സി എം ആണ് സങ്കല്പിക്കുക. എഫ് സി എം ആണെങ്കിൽ എന്താ പ്രത്യേകത? ഡിസംബർ മന്ത് അല്ലേ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് എ ബി സി മേടിക്കുന്നേ? ആ മന്ത് അല്ലേ 500 രൂപ എ ബി സി ഗവൺമെന്റ് അടയ്ക്കുന്നേ? ആ മന്ത് അല്ലേ പി ക്യു ആറിന് കസ്റ്റമർ ക്ലെയിം എടുക്കുന്നേ? ആണ്. അതുപോലെയാണ് ഇതും. ആ മന്ത്, ഇത് ആർ സി എം ആയതുകൊണ്ട് ആ മന്ത് നടന്ന സെയിലാണ്. ആ മന്ത് തന്നെയാണ് കസ്റ്റമർ ഗവൺമെന്റ് അടയ്ക്കേണ്ടത്. ആ മന്ത് തന്നെ ക്ലെയിം എടുക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, അടയ്ക്കുന്ന വ്യക്തി മാത്രം മാറ്റം, ബാക്കിയെല്ലാം സെയിം. വേറെ കൺഫ്യൂഷൻ ആവശ്യമേ ഇല്ല. താങ്കൾ ചോദിച്ചു നെക്സ്റ്റ് മന്ത് ക്ലെയിം എടുത്ത പോലെ ഈ മന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ കൺഫ്യൂഷന്റെ ആവശ്യം വരുന്നില്ല അവിടെ. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞേ, എഫ് സി എമ്മും ആർ സി എമ്മും മനസ്സിലാക്കുമ്പോ ഒറ്റ പോയിന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരൊറ്റ പോയിന്റ് മാത്രം. എന്താ? എഫ് സി എം ആണെങ്കിൽ സെല്ലർ അടയ്ക്കുന്നു, കസ്റ്റമർ ക്ലെയിം ചെയ്യുന്നു. ആർ സി എം ആണെങ്കിൽ കസ്റ്റമർ അടയ്ക്കുന്നു, കസ്റ്റമർ ക്ലെയിം ചെയ്യുന്നു. അടയ്ക്കുന്ന വ്യക്തി മാത്രമേ മാറുന്നുള്ളൂ. അടയ്ക്കുന്ന വ്യക്തി മാത്രമേ മാറുന്നുള്ളൂ. വേറെ ആരും മാറുന്നില്ല. വേറെ ഒന്നും മാറ്റമില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഡൗട്ട് ഒരിക്കലും ചോദിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷന്റെ ആവശ്യമേ നമുക്ക് വരുന്നില്ല ഒരിക്കലും. എന്താണ്? കണ്ടോ? ഇവിടെ നമുക്ക് ആർ സി എം ആയിട്ട് 1,08,000 വന്നു. ഇത് പേയ്മെന്റ് ആക്കിയാൽ മാത്രമേ ക്ലെയിം എടുക്കാൻ പറ്റൂ. ക്ലിയർ അല്ലേ? അപ്പോ ആ മന്ത് നമ്മൾ പേയ്മെന്റ് ആക്കുന്നു, ക്ലെയിം എടുക്കുന്നു. കാരണം ഈ 1,44 നോക്കിയേ, നമ്മൾ ഇത് സപ്ലറിന് കൊടുത്തു, അയാൾ ഈ മാസം അടച്ചു, നമ്മൾ ഈ മാസം ക്ലെയിം എടുക്കുന്നു. അത്രേ ഉള്ളൂ. അല്ലേ? അപ്പോ ഈ എമൗണ്ടിന്റെ കൂടെ, ഈ 1,44,000 രൂപയുടെ കൂടെ ഈ എമൗണ്ട് ആഡ് ചെയ്യാൻ കാരണം എന്താ? ഈ 1,44,000 രൂപ നമ്മൾ സെല്ലറിന് കൊടുത്തു, സെല്ലർ അടച്ചു ഗവൺമെന്റിക്ക്, നമ്മൾ ക്ലെയിം എടുക്കുന്നു. ഈ 1,08,000 ക്ലെയിം ചെയ്യാൻ കാര്യം എന്താ? നമ്മളിത് അടയ്ക്കും, നമ്മൾ അടയ്ക്കും ഈ മാസം. അല്ലേ? സോ ആ അടയ്ക്കുമെന്ന പ്രതീക്ഷയിൽ ക്ലെയിം ചെയ്യുന്നു. ടോട്ടൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇത്ര എമൗണ്ട് ഇൻപുട്ട് വരുന്നു.
ഔട്ട്പുട്ട് ഇൻപുട്ട് മൈനസ് ചെയ്തു, ബാക്കി ഇത്ര എമൗണ്ട് അടയ്ക്കാൻ വരുന്നു, അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ആർ സി എം കൂടെ അടയ്ക്കുക, അല്ലേ? അത്രേ ഉള്ളൂ. ഷിബ് ചോദിക്കുന്നു, ആർ സി എം പാർട്ടി അൺരജിസ്റ്റേർഡ് പാർട്ടി ആയിരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. ആർ സി എമ്മിൽ രജിസ്റ്റേർഡോ അൺരജിസ്റ്റേർഡ് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ തെറ്റായ ധാരണ മാത്രമാണ്. അങ്ങനെ ഒന്നുമില്ല. 2017 ജി എസ് ടി വന്ന ആ സമയം മുതൽ 2017 ഒക്ടോബർ മാസം 12 വരെ, ഇത് നല്ല ഓർമ്മയുണ്ട് എനിക്ക്, 2017 ജി എസ് ടി വന്നേ ഒക്ടോബർ മാസം 12 തീയതി വരെ താങ്കൾ പറഞ്ഞ ശരിയായിരുന്നു. അൺരജിസ്റ്റേർഡ് ജി എസ് ടി ഇല്ലാത്ത സെല്ലറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ആക്കിയാൽ പർച്ചേസ് ചെയ്യുന്ന വ്യക്തി റിവേഴ്സ് ചാർജ് പ്രകാരം അടയ്ക്കുക, ശേഷം ക്ലെയിം എടുക്കുക. അത് ജി എസ് ടി ഇല്ലാത്ത ഏത് സപ്ലയറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും വാങ്ങുന്ന വ്യക്തി ഇങ്ങനെ ആർ സി എം അടയ്ക്കണം എന്ന റൂൾ ആയിരുന്നു. എന്നുവരെ? 2017 ഒക്ടോബർ മാസം 12 വരെ. എന്നാ പക്ഷേ അതിനുശേഷം അങ്ങനെയല്ല. ക്ലിയർ അല്ലേ? അതിനുശേഷം അങ്ങനെയല്ല. സെക്ഷൻ 9 സബ്സെക്ഷൻ 3 അതുപോലെ സെക്ഷൻ 9 സബ്സെക്ഷൻ 4 കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. സെക്ഷൻ 9(3)ലും സെക്ഷൻ 9(4)ലും കുറച്ച് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? അവർക്ക് ആൾക്കാരുടെ പേര് മാത്രം, പേരല്ല, ചില സർവീസുകൾ, ചില ഗുഡ്സുകൾ, ആ സർവീസുകൾക്കും ആ ഗുഡ്സുകൾക്കും മാത്രമാണ് ആർ സി എം ബാധകമാവുന്നേ. അല്ലാതെ ജി എസ് ടി ഉള്ള സെല്ലറാണോ ജി എസ് ടി ഇല്ലാത്ത കസ്റ്റമർ അങ്ങനെ ഒന്നുമില്ല. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ സെക്ഷൻ 9(3)ൽ വരുന്ന ആർ സി എം ലിസ്റ്റ് ആർക്കൊക്കെയാണെന്ന് ഞാൻ പഠിപ്പിക്കും. സെക്ഷൻ 9(4)ൽ വരുന്ന ലിസ്റ്റും പഠിപ്പിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള ലിസ്റ്റിൽ പറയുന്നവർക്ക് മാത്രമാണ് വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ശിബു ചോദിക്കുന്നു, സെക്യൂരിറ്റി പാർട്ടി ആണോ? സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആ ലിസ്റ്റിലുള്ള ഒന്നാണ്. അങ്ങനെ 21ഓളം സർവീസുകളുണ്ട്. സ്പോൺസർഷിപ്പ് സർവീസ് ഉണ്ട്, സെക്യൂരിറ്റി സർവീസ് ഉണ്ട്, DCA സർവീസ് ഉണ്ട്, അഡ്വക്കേറ്റ് സർവീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സർവീസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇപ്പൊ അത് ചിന്തിക്കണ്ട. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക, സെക്ഷൻ 9(3)യും 9(4)ലും പറയുന്ന സർവീസുകൾക്കും ഗുഡ്സുകൾക്കും മാത്രമാണ് ആർ സി എം ബാധകമാവുന്നേ എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഇനി അത് ചിന്തിച്ച മാത്രം പോരെ, കൺഫ്യൂഷൻ വേറെ വേണ്ട. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ അഡ്വാൻസ് ആയ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു. ഇനി സിമ്പിൾ ആയിട്ടുള്ള കാര്യം എക്സാമ്പിൾ പറയാം. അപ്പൊ അഡ്വാൻസ് ആയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇനി സിമ്പിൾ എക്സാമ്പിൾ പറയാം. സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഔട്ട്പുട്ട് ജി എസ് ടി 100 രൂപയുണ്ട്. ഇൻപുട്ട് ജി എസ് ടി 50 രൂപയുണ്ട്. ആർ സി എം ലയബിലിറ്റി 30 രൂപയുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത്, ഈ ആർ സി ലയബിലിറ്റി എന്താ ഉദ്ദേശിക്കുന്നേ? നമ്മൾ ആർ സി എം ബാധകമായ ഒരു പർച്ചേസ് നടത്തി, അല്ലെ? ആർ സി എം ബാധകമാണെന്ന് പറയുന്ന എന്തോ ഒരു പർച്ചേസ് നമ്മൾ നടത്തി. അപ്പൊ നമുക്ക് 30 രൂപ ആർ സി എം ടാക്സ് അടയ്ക്കണ്ടേ? യെസ്. ഇതെന്താ? നമ്മൾ നോർമൽ FCM പ്രകാരമുള്ള പർച്ചേസ് നടത്തിയപ്പോ സെല്ലറിന് കൊടുത്തതാണ് ഈ 50 രൂപ. ഇതെന്താണ്? ഇൻപുട്ട് ജി എസ് ടി ആണ്. ക്ലെയിം എടുക്കുക നമുക്ക്. സെല്ലറിന് കൊടുത്തു, സെല്ലർ അടച്ചു, ക്ലെയിം ചെയ്യാം. ഇതെന്താ? ഔട്ട്പുട്ട്. സെയിൽ നടത്തിയപ്പോ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സ് ആണിത്. ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന 30 രൂപയില്ലേ, അത് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം ടു ഗവൺമെന്റ്. അങ്ങനെ നമ്മൾ ഗവൺമെന്റിക്ക് ഈ 30 രൂപ ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻപുട്ടായി മാറുന്നു. അപ്പൊ എന്ത് ചെയ്യുക? 30 രൂപ ഇൻപുട്ടിന്റെ ഒപ്പം ആഡ് ചെയ്യുക. ആഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ എത്ര ഇൻപുട്ടായി? നമുക്ക് 80 രൂപ ഇൻപുട്ടായി. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഈ ആർ സി ലയബിലിറ്റി 30 രൂപ എന്ത് ചെയ്തു? ഗവൺമെന്റിക്ക് അടച്ചു. അടച്ചു കഴിഞ്ഞപ്പോ എന്തായി മാറി? അത് ഇൻപുട്ടായി മാറി. അത് ഇൻപുട്ടായി മാറി. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യാം നമുക്ക്? നമുക്ക് ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എത്രയുണ്ട്? 100 രൂപയുണ്ട്. ഇൻപുട്ട് എത്രയുണ്ട്? 80 രൂപയുണ്ട്.
മൈനസ് ബാക്കി എത്ര? ബാക്കി 20 രൂപ നമ്മൾ ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആണ് കാര്യം. ഓ, അഡ്വാൻസ് ആയ എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി. ദെൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു, ഇത് ക്ലിയർ ആയി. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ആർ സി എമ്മിന്റെയും എഫ് സി എമ്മിന്റെയും എക്സാമ്പിൾസ് ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു എസ് പറയാമോ? ക്ലിയർ ആണെങ്കിൽ എസ് പറയാമോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമോ? ക്ലിയർ ആണോ? ആർക്കും സംശയമില്ല. എഫ് സി എമ്മും ആർ സി എമ്മും വ്യത്യാസം സംശയമില്ല. എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? യെസ്, ശരി. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട് സങ്കല്പിക്കുക. ഓക്കെ, മൊബൈൽ ഷോപ്പിൽ ഔട്ട്പുട്ട് ജി എസ് ടി വരുന്ന സാഹചര്യം എന്താണ്? മൊബൈൽ ഫോണിൽ നമ്മുടെ സെയിൽ അല്ലെ, മൊബൈൽ ഫോണ് നമ്മൾ സെയിൽ ചെയ്യുന്നു. മൊബൈൽ ഫോൺ സെയിൽ നടത്തുമ്പോൾ നമ്മൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഔട്ട്പുട്ട് ജി എസ് ടി കളക്ട് ചെയ്തു. 10,000 രൂപ ഔട്ട്പുട്ട് ജി എസ് ടി കളക്ട് ചെയ്തു സങ്കല്പിക്കുക. ഓക്കെ, ക്ലിയർ. ഞാൻ അല്പം താമസിച്ചാണ് കയറിയത്. പ്രോബ്ലം ഇല്ല, ഞാൻ റെക്കോർഡ് അയക്കാം കേട്ടോ. കണ്ട ശേഷം വിളിച്ചാൽ മതി, എന്നെ സംശയം ക്ലിയർ ചെയ്യാം. അപ്പോ മൊബൈൽ ഫോൺ ആണ് ഞാൻ സെയിൽ ആക്കിയത്, 10,000 രൂപയാണേ. ഓക്കെ, ജി എസ് ടി ആണ് കേട്ടോ, ജി എസ് ടി. ജി എസ് ടി ആണ് 10,000 രൂപ വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ജി എസ് ടി? ഔട്ട്പുട്ട് ജി എസ് ടി അല്ലേ? ഔട്ട്പുട്ട് ജി എസ് ടി 10,000 രൂപ. ഇനി ഞാൻ മൊബൈൽ ഫോണ് ഞാൻ സർവീസ് ചെയ്യും. ഞാൻ സർവീസ് നടത്തുമ്പോഴും ഞാൻ അതൊരു സെയിലല്ലേ? ആണ്. അപ്പൊ അങ്ങനെ മൊബൈൽ ഫോൺ സർവീസ് നടത്തി കൊടുത്തപ്പോ അതിന്റെ പേരിൽ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്താക്കി? ഒരു 5,000 രൂപ ജി എസ് ടി കളക്ട് ചെയ്തു. അപ്പൊ ടോട്ടൽ എന്റെ ഔട്ട്പുട്ട് ജി എസ് ടി എത്രയാ വരുന്നേ? എന്റെ ലൈബിലിറ്റി എത്രയാ? 10,500 അല്ലേ? സോറി, 15,000 അല്ലേ വരുന്നേ? ഓക്കെ, ഇനി ഇതിപ്പോ സങ്കല്പിക്കുക ഒരു ഡിസംബർ മാസമാണ്. ഇനി അതേ മാസം എന്റെ മൊബൈൽ ഷോപ്പിൽ ഞാൻ മൊബൈൽ ഫോണ് പർച്ചേസ് ചെയ്തു. മൊബൈൽ പർച്ചേസ് ആക്കിയപ്പോൾ ഞാൻ എന്റെ സപ്ലർക്ക് ഇൻപുട്ട് ജി എസ് ടി കൊടുത്തു. മൊബൈൽ പർച്ചേസ് ആക്കിയപ്പോൾ സപ്ലറിന് കൊടുത്ത ഇൻപുട്ട് ജി എസ് ടി 6,000 ആണ്. ഓക്കെ, എന്നാൽ അതേ മന്ത് ഞാൻ എന്റെ മൊബൈൽ ഷോപ്പിൽ ഒരു എയർ കണ്ടീഷൻ AC പർച്ചേസ് ചെയ്തു. AC വാങ്ങിച്ചത് സെയിൽ ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, എന്റെ സെയിൽ മൊബൈൽ ഫോണാണ്, പിന്നെ മൊബൈൽ ഫോൺ സർവീസും ചെയ്യും. AC വാങ്ങിച്ചത് യൂസ് ചെയ്യാൻ വേണ്ടി, മൊബൈൽ ഷോപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. AC മേടിച്ചപ്പോൾ ഞാൻ ജി എസ് ടി ആക്കി ഒരു 500 രൂപ കൊടുത്തു. അതുപോലെ ഞാൻ എന്റെ മൊബൈൽ ഷോപ്പിലേക്ക് ഒരു കമ്പ്യൂട്ടർ മേടിച്ചു. മൊബൈൽ ഷോപ്പിൽ കമ്പ്യൂട്ടർ വാങ്ങിച്ചതും എന്തിനു വേണ്ടിയാ? ഫോർ യൂസ് ആണ്, അല്ലാതെ മൊബൈൽ കമ്പ്യൂട്ടർ സെയിൽ ചെയ്യുന്നില്ല ഞാൻ. അങ്ങനെ മേടിച്ചപ്പോൾ ഞാൻ ഒരു ജി എസ് ടി ഒരു 600 രൂപ കൊടുത്തു സങ്കല്പിക്കുക. ക്ലിയർ അല്ലേ? അതുപോലെ എന്റെ മൊബൈൽ ഷോപ്പിൽ ഞാൻ ഫർണിച്ചർ മേടിച്ചു. ഷെൽഫും ചെയർ ടേബിൾ കാര്യങ്ങളൊക്കെ മേടിച്ചു. ഫർണിച്ചർ മേടിച്ചപ്പോൾ ഞാനൊരു 400 രൂപ ജി എസ് ടി കൊടുത്തു. ക്ലിയർ അല്ലേ? യെസ്. എന്റെ മൊബൈൽ ഷോപ്പിൽ ഇരിക്കുന്ന ബിൽഡിംഗ് റെന്റ് ആണ്. റെന്റ് വാടക മാസം മാസം റെന്റ് കൊടുത്തപ്പോ ഞാൻ റെന്റ് ഇനത്തിൽ ഒരു 250 രൂപ ജി എസ് ടി കൊടുത്തു സങ്കല്പിക്കുക. ഞാൻ മൊബൈൽ ഷോപ്പ് പരസ്യം ചെയ്യാൻ വേണ്ടി അഡ്വർടൈസ്മെന്റ് കമ്പനിക്ക് വർക്ക് കൊടുത്തു. പരസ്യത്തിന്റെ മേൽ, സർവീസ് ചാർജിന്റെ മേൽ പരസ്യ കമ്പനിക്ക് ജി എസ് ടി കൊടുത്തു ഒരു 200 രൂപ. അങ്ങനെ ഒരുപാട് പർച്ചേസുകൾ, എക്സ്പെൻസുകൾ സംഭവിച്ചു. അങ്ങനെ ഞാൻ മൊത്തം കൊടുത്ത ഇൻപുട്ട് ജി എസ് ടി എത്രയാണ് വരുന്നത്? എനിക്ക് ഈ എമൗണ്ടാണ് വരുന്നത്. ക്ലിയർ അല്ലേ? 7,950 എമൗണ്ട് വരുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ
എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ആ, ഈ കാണുന്ന ഈ കാണുന്ന ഈ എമൗണ്ട് എന്താണ്? ടോട്ടൽ ഇൻപുട്ട് ജി എസ് ടി അല്ലേ? ഈ കാണുന്ന എമൗണ്ട് എന്താണ്? എന്റെ ടോട്ടൽ ഇൻപുട്ട് ജി എസ് ടി ആണ്. ക്ലിയർ അല്ലേ? ഇതെന്താണ്? എന്റെ ടോട്ടൽ ഔട്ട്പുട്ട് ജി എസ് ടി ആണ്. ഓക്കെ അല്ലേ? അപ്പോ ഈ കാണുന്ന ഈ കാണുന്ന ഔട്ട്പുട്ട് 15,000 രൂപ എനിക്ക് ഗവൺമെന്റ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പർച്ചേസ് നടത്തിയപ്പോ കൊടുത്ത ഈ എമൗണ്ട് മൈനസ് ആക്കി ബാക്കി അടച്ചാൽ മതിയോ? ബാക്കി അടച്ചാൽ മതിയോ? ഈ കാണുന്ന മൊബൈൽ പർച്ചേസ് ആക്കിയപ്പോ കൊടുത്ത ഇൻപുട്ട് മാത്രമാണോ ക്ലെയിം ചെയ്യാൻ അവകാശം? മൈനസ് ആക്കാൻ പറ്റുന്നേ? അതോ ഈ കാണുന്ന എ സി വാങ്ങിച്ചു, കമ്പ്യൂട്ടർ വാങ്ങിച്ചു, ഫർണിച്ചർ വാങ്ങിച്ചു, റെന്റ് കൊടുത്തു, പരസ്യം ചെയ്തപ്പോൾ ജി എസ് ടി കൊടുത്തു, ഇതെല്ലാം എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അതായത് ഇത് മാത്രമാണെങ്കിൽ ഏകദേശം 1950 വരുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? എനിക്ക് ഈ എമൗണ്ട് മൊത്തം ക്ലെയിം കിട്ടുമോ? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മൊബൈൽ ഷോപ്പിലേക്ക് നമ്മൾ പർച്ചേസ് ആക്കിയ, ഓക്കെ, ദിനൂപ് പറയുന്നു കിട്ടുമെന്ന് പറയുന്നു, ഫുൾ എമൗണ്ട് കിട്ടുമെന്ന് പറയുന്നു. സനൂപ് പറയുന്നു കിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇത് മൊത്തം ക്ലെയിം ചെയ്യാം. ക്ലിയർ അല്ലേ? ഇതെല്ലാം ബിസിനസിന്റെ പർപ്പസിന് വേണ്ടി പർച്ചേസ് ആക്കിയതാണ്. ബിസിനസിന്റെ പർപ്പസിന് വേണ്ടിയാണ് ഇത് പർച്ചേസ് ആക്കിയത്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെയൊക്കെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് ജി എസ് ടി മൈനസ് ഇൻപുട്ട് ജി എസ് ടി, അപ്പൊ എത്ര വരുന്നേ? 15,000 രൂപ നിന്നും 7950 മൈനസ് ആക്കിയാൽ ബാക്കി എത്ര വരും? ബാക്കി എമൗണ്ട് എന്ന് പറയുമ്പോ ഇസിക്കൽ ടു 15,000 മൈനസ് 7950, ബാലൻസ് 7050 എമൗണ്ട് ആണ് നമുക്ക് ഗവൺമെന്റിക്ക് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുമ്പോ. ക്ലിയർ? യെസ്. ഓക്കെ. രഞ്ജു, അസറ്റായി കാണുമോ? അതെ, അസറ്റിന്റെ മേൽ കൊടുത്ത ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുമെന്നാ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഷിബു, സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ ഫുള്ള് കാണുന്നില്ല. എന്താ ഫുള്ള് കാണാത്തെ? എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും അങ്ങനെയാണോ? ഫുള്ള് കാണുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, ഓക്കെ ആണ്. ഓക്കെ. അപ്പോൾ പറഞ്ഞ പോയിന്റ്, എല്ലാ ഇൻപുട്ടും ക്ലെയിം ചെയ്യാം. എന്നാൽ പക്ഷേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഇൻപുട്ട് ഉണ്ട് നമുക്ക്. ആ ഇൻപുട്ടുകൾ എവിടെയുണ്ട്? സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ അത്, ആ ലിസ്റ്റിനെ ഒരു പേര് വിളിക്കും. എന്താണ്? ബ്ലോക്ക്ഡ് ഇൻപുട്ട് എന്ന് വിളിക്കും. അപ്പൊ ചില പർച്ചേസുകൾ ചെയ്യുമ്പോൾ കൊടുത്ത ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംശയം വരത്തില്ല. ഓക്കെ. 17(5) പറയുന്ന പർച്ചേസുകളുടെ ഇൻപുട്ട് മാത്രമാണ് ക്ലെയിം ചെയ്യാൻ പറ്റാത്തത്. ബാക്കി എല്ലാ ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ അല്ലേ? യെസ്. സോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവർക്കും ആർ സി എം എന്താണെന്ന് മനസ്സിലായി, എഫ് സി എം മനസ്സിലായി, ഔട്ട്പുട്ട് മനസ്സിലായി, ഇൻപുട്ട് മനസ്സിലായി അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബേസ് ആണ്. ഓക്കെ, അപ്പോ നമുക്ക് പ്രാക്ടിക്കൽ ഫയലിംഗിലേക്ക് കടക്കാൻ വേണ്ടി ഈ ഒരു ബേസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതിനെ നെക്സ്റ്റ് ക്ലാസ് ആക്കി നമുക്ക് നാളെ ബാക്കി അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കാം. ക്ലിയർ അല്ലേ? ഇപ്പൊ ജി എസ് ടിയുടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബേസ് നമ്മൾ ഇന്ന് കവർ ആക്കി ക്ലാസ്സിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ.
നമുക്ക് നാളെ നമുക്ക് എന്ത് ചെയ്യാം, നാളെ നമുക്ക് GST രജിസ്ട്രേഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, GST രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഓൺലൈൻ പ്രാക്ടിക്കൽ ട്രെയിൻ എങ്ങനെയാണെന്ന് നാളെ പഠിക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. സോ മറ്റൊരു കാര്യം വെച്ചാല് FCM ഫുൾ ഫോം, FCM ഫോർവേഡ് ചാർജ് മെക്കാനിസം, ഫോർവേഡ് ചാർജ് മെക്കാനിസം കേട്ടോ. ഓക്കെ, ക്ലിയർ. എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടെ പറയാം. നാളെ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം 8 PM ആയിരിക്കും. ഓക്കെ, നാളെ 9 PM അല്ല, നാളത്തെ ക്ലാസ് 8 PM ആയിരിക്കും വരുന്നത് കേട്ടോ. നാളെ ടോപ്പിക് GST രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈൻ ചെയ്യാമെന്നാണ് ക്ലാസ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ഗുഡ് നൈറ്റ്. ഞാൻ ഈ വീഡിയോ ഒരു ഷെയർ ചെയ്യാം. ഓക്കെ, ഒരു 15 മിനിറ്റ് അപ്ലോഡ് ആവേണ്ട ടൈം മാത്രമേ ഉള്ളൂ. ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. നാളെ 8 മണിക്കാണ് ക്ലാസ്. ഞാൻ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നാളെ നാളെ ക്ലാസ് എടുക്കുക ഞാൻ ആയിരിക്കത്തില്ല. നാളത്തെ ക്ലാസ് എടുക്കുക മറ്റൊരു സാർ എടുക്കുന്നേ. അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു GST ഇൻകം ടാക്സ് ഒക്കെ കൺസൾട്ടിങ് ചെയ്യുന്ന ആളാണ്. പേര് ജിതിൻ സാറാണ്. അദ്ദേഹം ക്ലാസ് എടുക്കും രജിസ്ട്രേഷനെ കുറിച്ച് കേട്ടോ. 8 മണിക്ക് ക്ലാസ് ആണേ. ഓക്കെ, സോ ഓക്കെ, ഗുഡ് നൈറ്റ്.